ഇത്ര ടേസ്റ്റിൽ ഒരു സ്റ്റൂ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ശരിക്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് 4 വലിയ സവാള ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ 4-5 പച്ചമുളക് നെടുകെ കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഉരുളക്കിഴങ്ങ് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെയും ചേർത്തിട്ട് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് പച്ചക്കറികൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വേകുന്നവരേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ശരിക്ക് ഉരുളക്കിഴങ്ങ് സവാളയെല്ലാം ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തിക്കായിട്ട് കലക്കിയെടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഇതൊരു 1.5 കപ്പ് തേങ്ങാപ്പാലുണ്ട്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴും കറിക്ക് വെള്ളം ഒട്ടും കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് പച്ചക്കറി മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം അളവിൽ വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ കളർ മാറും. അതുകൊണ്ട് ഗരം മസാല ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതുപോലുള്ള റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യും.